ഹലോ ഫ്രണ്ട്സ്, ചെമ്മനൂർ പോലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഒരു സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ ചന്ദ്രോദയും സച്ചിയൊക്കെ കടന്നു പോകുന്നത്. കാരണം സച്ചി ഇപ്പം ലോക്കപ്പിലും അതുപോലെ രേവതി കയറി വരുമ്പോഴത്തേക്ക് വീട്ടിലുണ്ടാവുന്ന ഒരു വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അതിനാൽ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതിനാൽ ഇന്നത്തെ വിശേഷങ്ങൾ കിടക്കാം. അപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി രേവതി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ എവിടെ പോയേക്കായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പറയുക, ഞാൻ അമ്മയെ പൂ കെട്ടാൻ പോയതാ. പിന്നെ നിൻ്റെ കെട്ടിയവൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴത്തേക്ക് സച്ചേട്ടനൊരു ട്രിപ്പ് പോയേക്കോന്ന് പറയുമ്പോൾ, എടി നീ ലോക്കപ്പിലാണ് എന്ന് പറയാൻ മടിച്ചിട്ടാണോ നീ ട്രിപ്പ് പോയെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുക. നിൻ്റെ കെട്ടിയവൻ ലോക്കപ്പിലാണെന്നൊക്കെ എനിക്കറിയാം, നീ ഇവർ ഭയങ്കര കള്ളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, വന്ന് 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 ഭയങ്കര ഉത്തമയായിട്ടുള്ള കൊലസ്ത്രീയായിട്ട് നിൽക്കുന്നൊരു പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ നീ വരുത്തി തീർത്തിട്ട് ഇപ്പം നീ കാണിക്കുന്നതെല്ലാം കള്ളത്തരത്തിൻ്റെ അയ്യര് കളിയാണല്ലോ എന്ന് പറയും. ഉടനെ രവീന്ദ്രൻ വന്ന് ഇരിക്കുമ്പോഴേ രവീന്ദ്രനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മരുമോളെ ഭയങ്കര സത്യഭാമയാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത്, ഇപ്പം എന്താ അവസ്ഥ, അവളെന്താ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം? ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ എന്ന് ചോദിക്കും. ഉടനെ വർഷയും ശ്രീകാന്തും അതുപോലെ ശ്രുതിയെല്ലാം കടന്നു വരും. എന്നിട്ട് പറയാം, എടി നീ കാരണം കൊണ്ട് നീ പോയതിന് ശേഷം അല്ലെങ്കിൽ നിന്നെ അവിടുന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വർഷയുടെ അമ്മ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മരുമോൻ നിങ്ങളുടെ മകൻ ലോക്കപ്പിലാണ്, മരുമോളും മകനും തമ്മിലുള്ള കളിയായിരുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. എന്താ സംഭവിച്ചത് ഉടനെ രവീന്ദ്രജിക്ക്, എന്താ മോളെ സംഭവിച്ചത്, എന്താ എൻ്റെ സച്ചി സച്ചിയേട്ടൻ അത് ലോക്കപ്പില എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുക, ഇപ്പം ഇത് എന്നിട്ട് ചന്ദ്രമതി ഇപ്പം പറയുന്നുണ്ട്, ഈ സംഭവം നടക്കാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹിമയുടെ അമ്മ ഇവിടെ വന്ന് പറഞ്ഞ ശേഷം ഉടനെ ശ്രീകാന്തിൻ്റെ വൈഫായ വർഷയോട് ചോദിക്കുന്നത്, എടി നിൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് സഹായിക്കാൻ പറ്റില്ലെന്ന് മിണ്ടായിരുന്നാൽ പോരെ, എന്തിന് ഇവിടെ വന്ന് പറയാൻ അവർക്ക് അതിൻ്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക. ഉടനെ ചന്ദ്രമതി പറയാം, അവരുടെ അമ്മയോട് ഇവള് പോയി യാചിക്കുക ചെയ്ത് എന്നെ ഇറക്കാൻ വേണ്ടി യാചിച്ച് അവരിവിടെ വന്ന് പറഞ്ഞിട്ട് ചോദിക്കുക, നിങ്ങളുടെ മകൻ കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ തല ഉയർത്തി നടക്കാൻ പറ്റത്തില്ല, ഓരോരുത്തർ ചോദ്യം ചോദിച്ചുകൊണ്ടെങ്കിൽ ജയിലിലാണ്, അവിടെയാണോ ഇവിടെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. ഉടനെ വർഷ പറയുമ്പോൾ, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, കാരണം ഒരു ഹെൽപ്പിന് വേണ്ടി ചോദിച്ചതെന്ന് പറയുമ്പോഴത്തേക്ക്, എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ മിണ്ടായിരുന്നാൽ പോരായിരുന്നോ നിൻ്റെ അമ്മയ്ക്കെന്നുള്ള രീതിയിൽ ശ്രീകാന്ത് തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഉടനെ രവീന്ദ്രജിക്ക് രേവതി മോളെ സച്ചി എവിടെയാണെന്ന് എനിക്ക് അറിയണമെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അച്ഛ ഒരു ചെറിയൊരു ഉപകാരം ചെയ്യാൻ പോയത്, ഇത് ഇത്തിരി ഇതായിപ്പോയെന്ന് പറയും. എന്തുപകാരം മോളെ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അച്ഛ എൻ്റെ അനിയന് അറ്റൻഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ പഴയ ഫ്ലാഷ് ബാക്ക് കാണിക്കുക, അതായത് അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് കോളേജ് എക്സാം എഴുതാൻ പറ്റിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ആ എക്സാം എഴുതാൻ പറ്റാത്തതുകൊണ്ട് സച്ചേട്ടൻ പറഞ്ഞൊരു പ്ലാനാണിത്. ആ പ്ലാൻ അനുസരിച്ച് ഞങ്ങൾ പോയി ഒരു ഇത് ഡ്രാമ കളിച്ചാണ്. ആ ഡ്രാമയ്ക്ക് അനുസരിച്ച് പക്ഷേ ശരത്തിന് എക്സാം എഴുതാൻ പറ്റി. പക്ഷേ അവിടെ കൂടുതൽ നേരം നിന്നതുകൊണ്ട് സച്ചേട്ടനെ പോലീസ് കൊണ്ടുപോയി. അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഇതായിരുന്നു പറയും. ഉടനെ ചന്ദ്രമതി പറഞ്ഞു, നിൻ്റെ കുടുംബത്തെ സഹായിക്കാൻ വന്നിട്ട് ഇപ്പം എൻ്റെ മകൻ സച്ചി അകത്ത് കിടക്കുക, നിൻ്റെ കുടുംബത്തെയും കൂടെ നാശം ഉണ്ടാകുന്നുള്ളൂ, അവർ നല്ല കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, വലിയ ഒന്നാമത്തെ കാശുമില്ല പണമില്ല ഒന്നുമില്ലാതെ കയറി വന്ന് എൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര നല്ല രസമാണെന്ന് പറഞ്ഞു. ഉടനെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഉടനെ ശ്രീകാന്ത് പറയുക, ഇത് എന്താണെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ല ചെയ്തേ, അതിന് പിന്നെ നല്ല കാര്യം, എന്ത് നല്ല കാര്യം, അതാണ് നല്ല കാര്യം. ഉടനെ നല്ല കാര്യം എന്നൊക്കെ ഉള്ള രീതി ശ്രുതിയൊക്കെ ചോദിക്കും. ശ്രുതി പറയുക, ഇപ്പോൾ ഇവള് നമ്മൾ അങ്ങോട്ട് പറഞ്ഞില്ലായിരുന്നെന്നുണ്ടെങ്കിൽ പൂവിക്കാൻ പോയി അല്ലെങ്കിൽ ട്രിപ്പ് പോയി എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ടിരുന്നേനെ. അവളങ്ങനെ ഒരു അടവും സൂത്രം എടുത്ത് ഇവളും കെട്ടിയവനെ പോലെ തുടങ്ങുക എന്നുള്ള രീതിയിൽ ശ്രുതിയും പറയുന്നുണ്ട്. ഉടനെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ ഒരു കാര്യം ചോദിക്കട്ടെ, നിൻ്റെ ജീവിതത്തിൽ കാരണം നിൻ്റെ കെട്ടിയവന് അവൻ അങ്ങനെയാണ്, അവൻ അവൻ ലോക്കപ്പിൽ കിടക്കുന്നതും ഞങ്ങൾ പോയി ഇറക്കാൻ പോകുന്നതൊന്നും പുത്തിരിയൊന്നുമല്ല. പക്ഷേ നിൻ്റെ ജീവിതത്തിൽ നിന്നെ അവനെ കെട്ടിച്ചേൽപ്പിച്ചതിൻ്റെ കാരണം ഞാൻ അവനെ ഇച്ചിരി നന്നായി കാണും, നീ ഇപ്പോൾ അവൻ്റെ കൂട്ട് നിൽക്കണോ, എന്തുകൊണ്ട് അങ്ങനെ നിൽക്കും, നീ ഇപ്പം എന്താണ് നീ ചെയ്ത് തെറ്റായിപ്പോയി, ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യരുത്, അവൻ്റെ കൂട്ടല്ല നിൽക്കേണ്ടത്, അവൻ എന്താണെങ്കിലും വേറെ മാർഗ്ഗങ്ങളുണ്ടല്ലോ,
കാരണം വേറെ മാർഗ്ഗങ്ങളോട് എക്സാം എഴുതിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് തെറ്റായ മാർഗ്ഗമല്ലേ? കാരണം ഇതിനകത്ത് ഇപ്പം എന്താ നേട്ടം ഉണ്ടായിരുന്നത്? ഇവിടെ പല രീതിയിലും പിന്നെ നല്ല മാർഗ്ഗം ഇപ്പം നീ എന്നോട് പറഞ്ഞത് ഞാനെങ്കിലും ഇപ്പോൾ അന്വേഷിക്കാമായിരുന്നല്ലോ. നിനക്കത് നീ എന്തുകൊണ്ട് സാധിച്ചില്ല? നീ ഇപ്പം അവൻ്റെ കൂടെ നിന്നിട്ട് ഇപ്പം എല്ലാവരുടെ മുമ്പേ കള്ളത്തരം കാണിച്ച വ്യക്തികളായി പോയില്ലേ നിങ്ങൾ രണ്ടുപേരും? നിങ്ങളത് ചെയ്ത് തെറ്റാണ്. നിങ്ങൾ ഒരിക്കൽ പോലും നിൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ, നിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, നിൻ്റെ വീട്ടിലുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ എല്ലാം എന്നോട് പറഞ്ഞില്ല. ഇത് മാത്രം എന്താ പറയാണ്ടിരുന്നത്? നിങ്ങൾക്കത് പറയാൻ തോന്നിയില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളത് ചോദിച്ചു. അച്ഛാ ഉടനെ അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട്, അവൻ കുടിച്ചിട്ട് ഒക്കെ ആയിരിക്കും ബഹളം ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യമില്ലാതെ അന്ന് രേവതി പറഞ്ഞു, ആവശ്യമില്ലാതെ പറഞ്ഞത് സച്ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഞങ്ങൾ ഡ്രാമ തന്നെ കളിച്ചതെന്ന് പറയുമ്പോൾ ഡ്രാമ ആര് കണ്ട് ഡ്രാമയാണോ ഇല്ല എന്നുള്ള രീതിയിൽ അവൻ അവിടെ ലോക്കപ്പിൽ തന്നെ കിടക്കത്തുള്ളൂ, അവനിത് പുത്തിരി ഒന്നും അല്ല എന്ന് ശ്രുതി പറയുമോ. ഉടനെ രേവതി പറയുക, ഇല്ല അങ്ങനെയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിക്കുക, ഇപ്പം നമുക്കപ്പം അല്ല ശ്രീകാന്ത് പറയും, അപ്പം നമുക്കൊരു വക്കീലിനെ കാണാമെന്ന് പറയുമ്പോൾ വക്കീലിനെ അതാ ഇപ്പോൾ രവീന്ദ്രൻ പറയാതെ ഒരു വക്കീലിനെ കാണാമെന്ന് പറയുമ്പോൾ വേണ്ട അച്ഛാ വക്കീലിനെ കണ്ട ഞങ്ങൾ പോയി സംസാരിച്ചു അപ്പം CMAയുടെ പിടിച്ചത്, പക്ഷേ അവിടെ SA മാത്രം ഉള്ളതുകൊണ്ട് നാളെ രാവിലെ വിടത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നാളെ രാവിലെ വിടും, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് മോളെ ഇനി എന്താണെങ്കിലും ചെയ്ത് തെറ്റായിപ്പോയി, ഇനി നീ ഇത് ആവർത്തിക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങളുടെയൊക്കെ നന്മ കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നിങ്ങളിതിങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും മുമ്പ് ഞാനും നാണം കെടുവാണ്, നിങ്ങളിങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് ശരി അച്ഛന്ന് പറയുമ്പോൾ അതുകൊണ്ട് തന്നെ രവീന്ദ്രൻ എഴുന്നേറ്റിട്ട് ചോദിക്കുക, അങ്ങനെ ഒരു വികാരഭരിതനായിട്ട് അത് വിഷമം കൊണ്ട് ചോദിക്കുക, മോളെ അവനവിടെ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അച്ഛ കഴിച്ചാന്ന് പറയുക. അത് കഴിഞ്ഞുകൊണ്ട് രവീന്ദ്രൻ കടന്നു പോകുമ്പോഴത്തേക്ക് ചന്ദ്രമതി എല്ലാവരും വിടുക, എല്ലാവരും പോയി കിടന്നേ ഇത് ഇത്രേ ഉള്ളൂ, ഇനി പോട്ടെ എന്നല്ല, ഇത്രേ ഉള്ളൂ, എല്ലാം അനുഭവിക്കേണ്ടവരെല്ലാം അനുഭവിക്കണം. ഈ ഇവളുടെ കുടുംബം കാരണമാണ് നമ്മളും, പിന്നെ അവന് വർഷങ്ങളായിട്ട് എൻ്റെ വയറ്റിൽ വന്ന് പറഞ്ഞ് അവൻ കാരണം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നിട്ട് വേദന പ്രശ്നങ്ങൾ ഒന്നും ആർക്കും അറിയണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ അവൾ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും വർഷയെ വിളിച്ചുകൊണ്ട് ശ്രീകാന്തും ശ്രുതിയെ വിളിച്ചുകൊണ്ട് ശ്രുതിയും റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഉടനെ ചന്ദ്രമതി ഡയറക്റ്റായിട്ട് വന്നിട്ട് പറയുക, എടി ഇപ്പോഴാടി എൻ്റെ രവിയേട്ടന് നിൻ്റെ സ്വഭാവം മനസ്സിലായ, നീയും തെറ്റുകാരിയാണ്, നീ ഒരു നല്ലവളല്ല എന്നെൻ്റെ രവിയേട്ടന് ഇപ്പോഴാണ് മനസ്സിലായി. ഇപ്പം കാര്യങ്ങൾ മനസ്സിലായില്ലേ? കാരണം നീയൊക്കെ നന്നാകത്തില്ലടി, നീയൊക്കെ ഇങ്ങനെ മുടിഞ്ഞു പോകത്തുള്ളൂ, നീയും അവനും ലോക്കപ്പിൽ കിടക്കും, നീയും ഈ പൂ വയ്ക്കുക, അത് വെക്കുക എന്തൊക്കെയായിരുന്നു, വീട് വെക്കുക, സ്ഥലം മേടിക്കുക, റൂം എടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര രീതിയിലുള്ള ആഘോഷങ്ങളും ഭയങ്കര ഒരു പ്ലാനിങ് ഒക്കെ ആയിരുന്നില്ല. എന്താ ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ എല്ലാം തകിടം പറഞ്ഞില്ലേ, നിൻ്റെയൊക്കെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അത് എന്നിട്ട് പറഞ്ഞിട്ട് ചന്ദ്രമതി പോവാണ്. ഉടനെ രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക, എന്ത് ചെയ്യണം, കരച്ചില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു വികാരഭരിതമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത സീൻ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്ക് പോലീസ് സ്റ്റേഷനിൽ ശരത്തും ദൈവവും നിൽക്കുകയാണ് അവനെ ഇറക്കാൻ വേണ്ടി. അവിടേക്ക് രേവതി വരിക. അപ്പം ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്ന്, ഇവിടെ വരണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ചേച്ചി എങ്ങനെ വരാണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് രണ്ട് ശരത്താണെങ്കിൽ ഉറങ്ങിയിട്ട് പോലില്ലേ ചേച്ചി, രാവിലെ തന്നെ എന്നെ വിളിച്ച് ഇങ്ങോട്ട് വരുവോ ചെയ്ത് എന്ന് പറയും. ശരി വാ നമുക്ക് അങ്ങോട്ടോട്ട് പോകാമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ചെന്നിട്ട് CA മാഡത്തിനെ കാണുന്നുണ്ട്. CA മാഡത്തിനെ കണ്ടിട്ട് മാഡം അകത്തോട്ട് വന്നിട്ട് വരാൻ പറയും. വന്നു കഴിഞ്ഞുകൊണ്ട് മാഡം ഞാൻ സച്ചേട്ടൻ്റെ വൈഫാണ്, ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന, അതായത് സച്ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ട് ഞങ്ങളൊരു നല്ല ഉദ്ദേശത്തോടൊരു ഡ്രാമ കളിച്ചതാണ്, അത് ഇവന് അറ്റൻഡൻസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഇതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്തത് എന്തായാലും തെറ്റായിപ്പോൾ, പക്ഷേ ഇനി ആവർത്തിക്കാൻ നോക്കണം. നിങ്ങളിപ്പോൾ എന്താ ഇപ്പോൾ ഇതിവിടെ ചെയ്തുകൊണ്ട് എന്താ ഇതായിരിക്കുന്നത്, ഇപ്പം നിങ്ങളുടെ കോളേജിലെ പ്രിൻസിപ്പാളെ നിങ്ങൾ കളിപ്പിച്ചതുപോലെ ആയല്ലേ, നാളെ പിന്നെ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ വിഷയമാകത്തില്ലേ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ പുള്ളിക്കാരൻ അതായത് ശരത്ത് പറയുന്നുണ്ട്, മാഡം എൻ്റെ തെറ്റാണ്, ഞാൻ കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, ഇനി ഇത് ഒരിക്കലും സംഭവിക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഞാൻ എൻ്റെ ഭാഗത്തുള്ള ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാതൊക്കെ പോയതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്ന് പറയും. ഉടനെ പറയുക, ശരി കുഴപ്പമൊന്നുമില്ല, നല്ല ഉദ്ദേശമായതുകൊണ്ട് മാത്രം ഞാൻ വിടുന്നു, കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് നല്ല ഉദ്ദേശമായിട്ട് മാത്രം വിടുന്നു, ഇനി കുഴപ്പമൊന്നുമില്ല, അവനെ വിളിച്ചുകൊണ്ട് പോയിക്കോളാൻ പറയാം. അപ്പം പോലീസ് ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറയുക, ആളെ ഇറക്കി വിട്ടേക്കാൻ പറയുക. അപ്പം സച്ചി വരുവാണ്. സച്ചി വന്നിട്ട് പറയുക, മാഡം ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കും. ഇനി ഇത് ആവർത്തിക്കരുത്, കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് പബ്ലിക്കായിട്ട് നിന്ന് ആൾക്കാരുടെ മുമ്പ് വെച്ച് നിങ്ങൾ ബഹളം ഉണ്ടാക്കുമ്പോൾ അത് പബ്ലിക് ന്യൂസൻസാണ്, അതിനനുസരിച്ച് അവർ കേസ് കൊടുക്കും, അത് ഞങ്ങൾക്ക് എടുത്തേ
പറ്റൂ. ഇനി നിങ്ങൾ അത് ആവർത്തിച്ച് കഴിഞ്ഞാൽ ലോക്കപ്പിലല്ല ജയിലിലേക്ക് ഞാൻ പറഞ്ഞു വിടും കേട്ടോ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിടും. അപ്പം ശരി മാഡം എന്ന് പറയുമ്പോഴത്തേക്ക് 2 പേര് ഇറങ്ങുന്നുണ്ട്, അല്ല 4 പേര് ഇറങ്ങുന്നുണ്ട്. 4 പേര് ഇറങ്ങിക്കഴിഞ്ഞ് തന്നെ ശരത്ത് ഫ്രണ്ടിൽ വന്നിട്ട് പറയുക, സച്ചേട്ടാ ഞാൻ ചെയ്തതെല്ലാം തെറ്റായിപ്പോയി. കാരണം ഞാൻ നല്ലതായിട്ട് പഠിക്കും, ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ആവർത്തിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് കാലേ വീഴുവാണ്. ഭയങ്കര ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. കാലേ വീഴുമ്പോഴത്തേക്ക് സച്ചി പറയുക, എടാ നീ എന്തിനാ കാലേ വീഴുന്നേ? കാരണം നീ 6 മുമ്പേ കാലേ വീഴുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് പറ്റിപ്പോയി. എനിക്ക് എൻ്റെ ജീവിതം മുഴുവൻ തെറ്റൊക്കെയാണ് സംഭവിച്ചേക്കുന്നത്. പക്ഷെ നിനക്ക് ഇങ്ങനൊരു തെറ്റ് പറ്റി, നീ ഇപ്പം ഒരു തിരിച്ചറിവിൻ്റെ സമയത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നിനക്ക് നിൻ്റെ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, രേവതിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം പോലെയാണ്. അതുകൊണ്ട് നിൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. എല്ലാം നല്ല ഉദ്ദേശത്തോടെ. ഇപ്പോൾ ഭംഗിയായിട്ട് നടന്നില്ല, നിനക്ക് ഇനി കോളേജിൽ പോകാനും അവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്താനും നിന്നെ കൊണ്ട് പറ്റുമല്ലോ. ഇനി പഠിക്കാനെല്ലാം നിന്നെ കൊണ്ട് പറ്റുമല്ലോ. നിൻ്റെ കുടുംബം നോക്കണോടാ, ആരും എപ്പോഴും സഹായിക്കത്തൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം ശരത്ത് പറ, ഇല്ല സച്ചേട്ടാ, ഞാൻ ഇനി ആലമ്പനോ പ്രശ്നങ്ങളോ ഒന്നും നിൽക്കത്തില്ല. ഞാനിനി നല്ല ചെറുക്കനായിട്ട് ഞാൻ ജീവിച്ചു വന്നോളാം. ഒരു കാര്യത്തിനും ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല എന്ന് അങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞൊരു സീനാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ തന്നെ സച്ചിയും രേവതിയും സംസാരം തുടങ്ങി. കാരണം ഞാൻ ശരത്തും ദേവും പോയി. അപ്പോഴത്തേക്ക് ചോദിക്കുക, ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലല്ലേ? രേവതിയും ചോദിക്കുമ്പോഴത്തേക്ക് ഉറങ്ങിയില്ല ഏട്ടാ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ സച്ചിയായിട്ട് ഇവിടെ കിടക്കുമ്പോൾ എങ്ങനെ എനിക്ക് ഉറക്കം വരുന്ന പറയുമ്പോൾ, അപ്പോൾ സച്ചിയായിട്ട് ഉറങ്ങിയോ? ഞാൻ നന്നായിട്ട് ഉറങ്ങി. നന്നായിട്ട് ഉറങ്ങിയോ? അത് ഞാൻ നന്നായിട്ട് ഉറങ്ങി. കാരണം ഞാൻ നമ്മുടെ ഉദ്ദേശം നടന്നല്ലോ, ശരത്തിന് എക്സാം എഴുതാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ സച്ചേട്ടാ വീട്ടിലൊരാൾ കാത്തിരിപ്പുണ്ട്, അച്ഛൻ. അയ്യോ ശരിയല്ലേ, കാരണം ഇനി അച്ഛൻ്റെ മുമ്പേ എങ്ങനെ പോയി നിൽക്കും, എന്ത് പറയും, ഒരു പിടുത്തമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർ നേരെ വീട്ടിലോട്ട് പോകണം, ചന്ദ്രവദത്ത് പോകണം. പോയി നേരെ ഓട്ടോ ഇറങ്ങി കഴിയുമ്പോഴത്തേന് അവരുടെ അമ്മയെ കാണുക. അമ്മയെ കാണുമ്പോഴത്തേക്ക് അതായത് ചന്ദ്രമതി ഇവരെ കണ്ടപ്പോൾ തന്നെ വന്ന് നിൽക്കുന്നത് പറയുമ്പോഴത്തേക്ക് അത് പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. രണ്ടെണ്ണം പറഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇറങ്ങി വരുന്നത്. വന്നിട്ട് ചോദിക്കും, നീ രാവിലെ ഒരുങ്ങിക്കിട്ടി അങ്ങോട്ട് സോറി രാവിലെ തന്നെ ഒരുങ്ങിക്കിട്ടി എങ്ങോട്ട് പോയതാടി? നിന്നെ ഇവിടെ കിട്ടിയിട്ടില്ലല്ലോ, നീ എവിടെ പോയതാ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, അത് സച്ചേട്ടനെ കൂട്ടാൻ വന്നത്. സച്ചേട്ടനെ കൂട്ടാണ്? സച്ചേട്ടൻ നിൻ്റെ സച്ചേട്ടൻ അതിന് സ്കൂളിൽ പോയതാണ് കൂട്ടിക്കൊണ്ട് വരാൻ. അവൻ ഇത് ഒത്തിരി ഒന്നുമില്ല, അവൻ ഇതിന് മുമ്പേ പോയിട്ട് വരാറുള്ളതൊക്കെ, ഇവിടെ ആരും പോകാറൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, ഇതെൻ്റെ കെട്ടിയവൻ അതുകൊണ്ട് പോകുമെന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. അത് കഴിഞ്ഞ് അവരുടെ അച്ഛൻ അതായത് രവീന്ദ്രൻ അങ്ങോട്ട് വന്നേക്കോ. രവീന്ദ്രൻ വരുമ്പോഴത്തേക്ക് ചന്ദ്രമതി അങ്ങോട്ട് പറയാം, ദേടെ നിങ്ങളുടെ മാമൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സമരത്തിൽ പങ്കെടുത്തിട്ട് അവാർഡ് മേടിച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ജയിലിൽ കിടന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്നിട്ട് നോക്കുക. അതായത് രവീന്ദ്രൻ വന്നിങ്ങനെ നോക്കുക. രണ്ടുപേരും മിണ്ടാൻ പറ്റാത്തില്ല. അതായത് രവീന്ദ്രനോട് നമ്മുടെ സച്ചിയോട് മിണ്ടാൻ പറ്റാത്ത രീതിക്ക് എന്ത് പറയണമെന്ന് സംസാരിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. ഉടനെ ശ്രുതിയകത്തുനിന്ന് ഓടി വരും. അതുകൊണ്ട് ശ്രുതി വന്ന് പറയുക, അമ്മ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം. എന്നാ ബുദ്ധിമുട്ട് മക്കളെ, എന്നാ പറ്റിയെന്ന് പറയാം. അമ്മ എനിക്കിതൊരു ചായ കിട്ടിയില്ലെന്ന് പറയാം. ഉടനെ ചന്ദ്രൻ, അതെങ്ങനെയാണ് ചായ ഉണ്ടാക്കേണ്ട? അവൾ നാട് ചുറ്റി നടക്കുമല്ലേ, അവൾ പിന്നെ എങ്ങനെയാണ് ചായ ഇട്ട് തരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചി ഓടി വന്നിട്ട് പറയാം, എടാ ശ്രുതി, നിനക്ക് ചായ ഇട്ട് തരണം, നിൻ്റെ കെട്ടിവളം ഇട്ടുണ്ട്, നിൻ്റെ കെട്ടിവളം ഇട്ട് തരണ്ടേ, അല്ലാതെ എൻ്റെ ഭാര്യയല്ലേ ഇട്ട് തരണ്ടേന്ന് പറയുമ്പോഴത്തേക്ക് പറയും, അതെങ്ങനെയാ നീയേ ഒരു കാര്യം ചെയ്യ്, കാരണം നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വീടൊക്കെ വീട് റൂം എടുക്കാൻ വേണ്ടി നോക്കുമല്ലേ, വീട് കെട്ടാൻ വേണ്ടി. അതിന് നീ ഒരു കാര്യം ചെയ്യ് സച്ചി, അവിടെ തന്നെ ഒരു വീട് കെട്ട്, അവിടെ പോലീസ് സ്റ്റേഷൻ തന്നെ ഒരു റൂം പണി. അതാകുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങോട്ട് വന്ന് പോകണ്ടല്ലോ, അവിടെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞു പോകാനുള്ള വാക്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഉടനെ സച്ചി പറയാം, എടാ വല്ലവരും നല്ല രീതിയിൽ നിനക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നെങ്കിൽ നീ ഇപ്പം ലോക്കപ്പിലല്ല, നീ ജയിലിൽ കിടന്നേനെ, അത് മറക്കരുതെന്ന് പറയുമ്പോഴത്തേക്ക് സച്ചേട്ടാ അല്ല രവീന്ദ്രേട്ടാ രവിയേട്ടാ ഇത് കണ്ടോ, രവിയേട്ടന് മുഖം തരാതിരിക്കാൻ വേണ്ടി അവൻ പറഞ്ഞു കൂട്ടുന്ന കണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് പറയുക, ഞാൻ മുഖം കൂട്ടാണ്ടിരിക്കുന്നൊന്നുമല്ല, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, ശരിയാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്തത്, അതൊരു ഡ്രാമ കളിച്ച് അതിങ്ങനെ ആയി തീരുമെന്ന് ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ആയി തീർന്നു. ഞാൻ കാരണം കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായല്ലോ, അത് നല്ലൊരു ഉദ്ദേശത്തോടെ തന്നെയാണ് ചെയ്തു പോയെന്ന് പറയുമ്പോഴത്തേക്ക് എന്നിട്ട് പറയാം, എടാ ഞാൻ കാരണം കൊണ്ട് നല്ല ഉദ്ദേശത്തോടെ ചെയ്തുകൊണ്ട് മാത്രം ഇങ്ങനെ, നീയൊക്കെ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ജയിലിൽ കിടക്കേണ്ട ഒരവസ്ഥ ഉറപ്പായിട്ട് വരും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലവൻ എന്ത് ചെയ്താലും
അവനെ പോലീസ് കാണുകയും അവനെ പിടിച്ചുകൊണ്ട് പോകും. പക്ഷേ നിന്നെപ്പോലെയുള്ള ഫ്രോഡ് ഇവിടെ കിടപ്പുണ്ട്. ആ ഫ്രോഡ് കാണിക്കുന്ന തെണ്ടിത്തരത്തിനൊക്കെ നീ പോലീസ് പിടിക്കുകയാണെങ്കിൽ നിന്നെയൊക്കെ ജയിലിലാക്കോടാ എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ മോളെ വാ, ഞാൻ ചായ ഇട്ട് തരാം, വാടാ മോനെ ഞാൻ ചായ ഇട്ട് തരുന്ന ചന്ദ്രമതി പിടിച്ചോണ്ട് അകത്തോട്ട് പോകും. എന്നിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, എടാ നീ എന്താണ് കാണിച്ചതെന്ന് പറഞ്ഞാൽ പോലെ ഇത് കാണിച്ചത് ഈ കുടുംബത്തിന് വേണ്ടി ഈ പേര് ദോഷം ഉണ്ടാക്കി നീ കാണിച്ചത് ശുദ്ധ പോക്കൃത്തരായിപ്പോയി, നീയൊക്കെ ഒരിക്കലും നന്നാകത്തില്ലടാ എന്ന് പറഞ്ഞ് ശപിക്കുവാണ്. ഉടനെ എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് അകത്തോട്ട് പോകുമ്പോഴത്തേക്ക് ചന്ദ്രമതി ചായ ഇട്ടിട്ട് ഉടനെ ശ്രുതി പറയുക, അമ്മ എനിക്കൊരു മസാല ചായ ഇട്ടതാന്നുള്ള രീതിയിൽ കൊഞ്ചിക്കൊഴിച്ചൊക്കെ അങ്ങോട്ട് പോവാണ്. ഉടനെ രവീന്ദ്രൻ അകത്തോട്ട് ഇവരെ മൈൻഡ് ചെയ്യാതെ കയറിപ്പോകുമ്പോഴത്തേക്ക് എന്നിട്ട് രവീന്ദ്രനോട് നേരെ ചെന്നിട്ട് പറയാം, അച്ഛൻ നിന്ന അച്ഛാ എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. സച്ചി ചോദിക്കുക, എന്നാ അച്ഛൻ എന്നോട് മിണ്ടാത്തത്? കാരണം അച്ഛൻ രാവിലെ തന്നെ എന്ന് പറഞ്ഞ് ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അച്ഛനും അച്ഛമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ തെറ്റ് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുവാണ്. എന്നിട്ട് സച്ചിയും അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തെ തന്നെ ഇന്നത്തെ സീൻ അവസാനിക്കുന്നതാണ്. അതിനാൽ വ്യൂവേഴ്സ്, ഇനിയുള്ള ദിവസങ്ങളിൽ ഇതുപോലുള്ള വിശേഷം കൂടുതലായിട്ട് പറയാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തർ സപ്പോർട്ട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.